ആലപ്പുഴ രാമപുരത്ത് പാഴ്സൽ ലോറി തടഞ്ഞ 3,24,00,000 രൂപ തട്ടിയെടുത്ത കേസിൽ 2 പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിലായി. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ്, തിരുകുമരൻ എന്നിവരാണ് അറസ്റ്റിലായത്. തമിഴ്നാട് കരിപ്പൂരിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികളെ പിടികൂടിയത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ഇത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? ഇത് എത്ര വലിയ റാക്കറ്റാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ്, ഈ മാസം 13-ാം തീയതിയാണ് ആലപ്പുഴ ദേശീയപാതയിൽ നങ്ങ്യാർകുളങ്ങരയ്ക്കും രാമപുരത്തിനും ഇടയിൽ വെച്ച് പാഴ്സൽ ലോറിയിൽ നിന്ന് പണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തുള്ള അപ്പാസ് രാമചന്ദ്ര സേട്ട് എന്ന വ്യക്തിക്ക് അമ്മാവൻ കൊടുത്തയച്ച പണമാണ് എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ മൊഴി. ഇത് 2 കാറിലെത്തിയ സംഘം വാഹനത്തിന് കൂടി, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഹൈവേയിൽ വാഹനത്തിന് കുറുകെയിട്ട് ഡ്രൈവറെ മർദ്ദിച്ച ശേഷം പണം കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ് കുറച്ച് നാളുകളായി പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ലോക്കൽ പോലീസിന് പുറമെ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘവും അന്വേഷണത്തിലായിരുന്നു. ഇന്നലെയാണ് ഈ 2 പേരെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. ബാക്കി 4 പേര് കൂടിയുണ്ട്. ഈ പിടികൂടിയ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ആളുകൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു 300 കിലോമീറ്റർ മാറിയായിരുന്നു മറ്റ് 4 പ്രതികൾ ഉണ്ടായിരുന്നത്. അവരെയും തേടി പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും ഇവരെ പിടികൂടിയതറിഞ്ഞ് സംഘം മാറിക്കടഞ്ഞിരിക്കുന്നു. ഡിവൈഎസ്പി ഓഫീസിൽ, കായംകുളം ഡിവൈഎസ്പി ഓഫീസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ചയോടുകൂടി കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കാം എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ശരി.